കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി. അർദ്ധരാത്രി വീട് വിട്ടോടിയ യുവതിയെയും മകളെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. വീടിനകത്ത് വെച്ച് മർദ്ദിച്ചു, ശേഷം വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു. കൊടുവാളുമായി വീട് ചുറ്റും ഓടിച്ചെന്നും തടയാൻ ശ്രമിക്കുന്നതിനിടെ 8 വയസ്സുകാരിയായ മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കേറ്റെന്നും ഈ സ്ത്രീയുടെ പരാതിയിൽ പറയുന്നു. ഞാൻ മോളെയും കൊണ്ട് മോക്ക് തേനീച്ച കുത്തിയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. കോളേജിലെ ഐസിയുലൊക്കെ കടന്നും കണ്ട് 4 ദിവസമായി. ഡിസ്ചാർജ് ചെയ്തും കണ്ട് പുരയ്ക്ക് പോയതായിരുന്നു. പുരേ പോയി കണ്ടിട്ട് മാപ്പിള വന്നും കണ്ട് തുടങ്ങി കച്ചറ. അത് കഴിഞ്ഞും കണ്ടിട്ട് നല്ലോണം എന്നെ മർദ്ദിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു തന്നെ മർദ്ദിച്ചതാ. കൊടുവാളും കൊണ്ട് എൻ്റെ വൈത്താലോട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മോളെയും കൊണ്ട് ആ വണ്ടിൻ്റെ മുന്നിൽ ചാടാൻ വേണ്ടിയിട്ട് പോയതാ. അങ്ങനെ കുറച്ച് നാട്ടുകാർ കണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാ. എൻ്റെ കല്യാണം കഴിഞ്ഞേ ഉണ്ട്. അന്നൊക്കെ ക്ഷമിച്ച് നിന്നും കണ്ടിട്ട് നന്നായി കഴിക്കുക വിചാരിച്ച്. അപ്പോൾ നല്ലോണം അടിക്കലല്ല കത്തി അരിയത്ത് വെച്ച് കടക്കല കുത്തൊന്നും പറഞ്ഞു കണ്ടിട്ട്. നല്ലോണം മദ്യപിക്കും, വേറെ എന്തെങ്കിലും ലഹരിയൊക്കെ ഉപയോഗിക്കണ്ട. ചുണ്ടിൻ്റെ അടിയിലൊക്കെ വെക്കലുണ്ട്, എന്തോ ഒരു പാക്കറ്റൊക്കെ കാണുന്നുണ്ട്. ഇല്ലല്ല, എനിക്ക് പോകുന്ന സമയത്തായാലും മോക്ക് പറ്റി പോകുമ്പോഴായാലും വണ്ടിക്കൂലി തന്നില്ല, 1 ഉറുപ്പ്യം തന്നില്ല. വിളിച്ചും കാണിട്ട് എൻ്റെ എന്താ 10 ഉറുപ്പ്യണോ ചോദിച്ചിട്ടുമില്ല, വന്നിട്ടുമില്ല. മോക്ക് ഇന്നെ പിടിച്ചപ്പോൾ ഒക്കെ സങ്കടമായിട്ടേ ഇന്നെ വന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ ഓളെ ചുമന്നിട്ട് കുത്തിക്ക് തള്ളിയിട്ടിക്ക്. ഉമ്മാക്ക് എല്ലാം കിട്ടിയേക്ക്. ഉമ്മാനെ പിടിച്ച് ഉന്തിയും കൊല്ലാൻ നോക്കി ഉമ്മാൻ്റെ പുറകിലും കൊടുവാളെടുത്ത് ഓടിക്ക്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇയാളെയൊക്കെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു, പോലീസും നിയമവും ഒക്കെ. ഇപ്പോൾ ഇതാ ലഹരിയുടെ ആധിക്യത്തിൽ ക്രൂരമായി മർദ്ദിച്ച് വയസ്സായ അമ്മ, ഭാര്യ, ചെറിയ മകൾ ഇവരെയൊക്കെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ഇവർ പോലീസിൽ പരാതി നൽകിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, നിരന്തരമായി ഇത്തരം ലഹരിക്കടിമയായ ആളുകളുടെ വൈകൃതങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് താമരശ്ശേരിയിൽ നിന്നും കുറച്ച് നാളുകളായി തന്നെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു സംഭവമായി തന്നെ പറയാം. ഈ അമ്പായത്തോട് സ്വദേശിയായ നസ്രിക്കും മകൾക്കും ഭർത്താവിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ക്രൂരമായ പീഡനങ്ങളിൽ ഭർത്താവ് നൌഷാദ് ലഹരിക്ക് അടിമയായിരുന്നു. നിരന്തരമായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ രാത്രി ലഹരിക്ക് അടിമയായി അങ്ങേയറ്റം പ്രകോപിതനായി നൌഷാദ് വീട്ടിലെത്തിയത്. ഇതേ തുടർന്ന് വീടിനകത്ത് വെച്ചും പുറത്തു വെച്ചും നെസ്റ്റയ്ക്ക് ക്രൂരമായ ശാരീരികമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇതേ തുടർന്ന് തടയാനായി എത്തിയതാണ് മകളെയും മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ ഭർത്തൃമാതാവ്, അതായത് ഈ നസ്റ്റയുടെ അമ്മയും ഈ മകളെ മർദ്ദിക്കുന്നത് തടയാനെത്തിയപ്പോൾ അവരെയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമോ ആണുണ്ടായത്. വീടിനകത്ത് വെച്ചും പുറത്തു വെച്ചും ഒക്കെ ക്രൂരമായി ഇവരെ മർദ്ദിച്ചിരുന്നു. ഇതിനുശേഷം ഈ വെട്ടിക്കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി കൊടുവാളുമായി വീടിന് ചുറ്റും അമ്മയും മക്കളെയും ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ഇവരവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടി പുറത്തേക്ക് പോവുകയും ഒരു വാഹനത്തിന് മുന്നിൽ ചാടുകയുമായിരുന്നു. ഈ തുടർന്നാണ് നാട്ടുകാർ ഇടപെടുകയും പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. എന്തായാലും ഇത്രയധികം ക്രൂരതകൾ ഏൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ജീവനൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് താൻ വാഹനത്തിന് മുന്നിൽ ചാടിയതെന്നും സഷ്മ പറയുന്നുമുണ്ട്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവരെ ഇന്നലെ രാത്രി തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.